ഹായ്. ഞാൻ വളരെ കാലമായി നിശബ്ദത പാലിക്കുന്നതിൻ്റെ ഒരു റീസൺ, നമ്മൾ ചിലരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ പെർമിഷൻ ഉണ്ടാകത്തില്ല വോയിസ് പുറത്തു വിടാനായിട്ട്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാനിത് മുമ്പേ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കൂടുതൽ ആദില നൂറയുടെ പേരൻസിനെ ആക്രമിച്ചുകൊണ്ടാണ് പലരും സംസാരിക്കുന്നത്. ഇപ്പം ഇന്ന് ആര്യൻ്റെ അമ്മ അവിടെ വന്നിട്ട് കാണിച്ചൊരു പട്ടി ഷോ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ നിങ്ങളെ ദത്തെടുത്തിരിക്കുന്നു എന്ന്. അപ്പോൾ ആദില നൂറയെ ദത്തെടുത്ത ആര്യൻ്റെ അമ്മ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നൂറയുടെ ഉമ്മയുടെ ഒരു വോയിസ് പുറത്തു വിടുന്നത്. നിങ്ങൾക്ക് ഒരല്പം ഉളുപ്പുണ്ടെങ്കിൽ സ്ത്രീയെ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. നിങ്ങളും ഒരു കുഞ്ഞിനെ വളർത്തുകയല്ലേ, ആ കുഞ്ഞ് ഇതുപോലൊരു പോക്കൃത്തരം കാണിച്ചാൽ നിങ്ങളത് എങ്ങനെ സർവൈവ് ചെയ്യും? നിങ്ങളത് എങ്ങനെ ഓവർകം ചെയ്യും? ഓർത്തഡോക്സ് ഫാമിലിയിൽ ജനിച്ച് വളർന്ന അത്രയും കുടുംബ മഹിമയും ഇതുമുള്ള ഒരു കുടുംബത്തിൽ മറ്റുള്ളവർക്കെല്ലാം ബാധിക്കുന്ന തരത്തിൽ സ്വന്തം മകൾ, അവളുടെ ഉള്ളിൽ അങ്ങനെ ഒരു വൃത്തികേട് ഇല്ലാഞ്ഞിട്ട് പോലും അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരു ഉമ്മ എന്ത് ചെയ്യണം? ആ ഉമ്മയാണോ നിങ്ങൾ കളിയാക്കുന്നത്? അവരൊരു പ്രാവശ്യം പോലും ആദിലയുടെയോ നൂറയുടെയോ ഉമ്മമാരെ അവരെ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അവർക്ക് ഈ വൾഗാറിറ്റി പറ്റത്തില്ല എന്നാ പറഞ്ഞേ. ഇത് ഒരു നിർബന്ധിതമായ ഒരു ഘട്ടമാണോ? അവർ ലെസ്ബിയനാണ്, സമ്മതിച്ചു, ലെസ്ബിയൻ ആയിക്കോട്ടെ, അവരങ്ങനെ നിന്നോട്ടെ. അതിനുശേഷം വേണമെങ്കിൽ തീരുമാനിക്കാം. നമുക്ക് വേണമെന്ന് അവർക്ക് മനസ്സിലാവുകയാണെങ്കിൽ അവർ വിവാഹം കഴിച്ചു കൊടുക്കാം. ഒരാൾ ഗ്യാരണ്ടറായിട്ട് വേണമെങ്കിൽ ആര് വേണമെങ്കിലും മുന്നിട്ട് വന്ന് നിൽക്കും ഗ്യാരണ്ടറായിട്ട്. എന്തുകൊണ്ട് അവർക്ക് അവരുടെ വീട്ടിൽ പോകാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് അവരുടെ പേരൻസുമായിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല? ഈ പെൺകുട്ടി തന്നെ പല പ്രാവശ്യം, ആദിലം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിനകത്ത് അവളുടെ പേരൻസിനെ കാണണമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? നൂറ പറയാറുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ആ കുട്ടിയെ ഫോഴ്സ് ചെയ്ത് അത് കൂട്ടത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നു. അഭിമാനമാണ് ഞങ്ങളുടെ ദിയാസനം എന്ന് പറയുന്നത്. പെറ്റാ പോരാ, പട്ടി പിറന്നണക്ക് പെറ്റിട്ടാ പോരാ, വളർത്തണം, കഷ്ടപ്പെടണം. ആ കുട്ടി +2 പഠിക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടിയുമായിട്ട് ഇടപെട്ടിട്ട് അവളുടെ കൂടെ പൊയ്ക്കളഞ്ഞത്. അതിനെ അത്രത്തോളം ബ്രെയിൻ വാഷ് ചെയ്തു അവള്. സ്നേഹം കാണിച്ച്, നക്കി കൊടുത്ത്, മുത്തി കൊടുത്ത്, അതിനെ ഇല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് ആ കുടുംബത്തിൽ നിന്ന് പിടിതലയാക്കി കൊണ്ടുപോയി കളഞ്ഞു ഈ നാറി പെണ്ണ്. അവൾക്ക് കുടുംബം വേണ്ട, അവളുടെ കുടുംബം അവൾക്ക് വേണ്ട. മറ്റേ കൊച്ചങ്ങനെയല്ല, ആ കുടുംബം ഇന്നും അവളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ വോയിസ് ആ ഉമ്മയുടെ പെർമിഷനോട് കൂടി തന്നെ ഞാൻ പബ്ലിഷ് ചെയ്യുന്നത്. ആ ഉമ്മയ്ക്ക് പറയാനുള്ളത് കേൾക്കുക. പ്രസവിച്ചാൽ മാത്രമല്ല, വളർത്തിയാലും ഉമ്മയാകും എന്നുള്ളത് മനസ്സിലാക്കുക. വളർത്തി വലുതാക്കിയ മകൾ ഇത്തരത്തിലൊരു വൃത്തികേട് കാണിച്ചാൽ അതിലുണ്ടാകുന്ന തീവ്ര വേദന എന്താണെന്ന് ഓരോരുത്തരും തിരിച്ചറിയണം. നമുക്കറിയാലോ, ഇപ്പം എനിക്കൊരു മകനുണ്ട്. അവൻ്റെ ഓരോ ഘട്ടങ്ങളിൽ, പഠിത്തത്തിൽ, അവൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും അവനേക്കാൾ കൂടുതൽ വേദനിക്കുന്നവൾ ഞാനാണ്. അവനത് ഓവർകം ചെയ്യുമോ? അവൻ്റെ എക്സാം വരുമ്പോൾ അയ്യോ അവൻ പഠിക്കുമോ, അവൻ രക്ഷപ്പെടുമോ, അവനൊരു ജോലി കിട്ടുമോ, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പാസ്സാകുമോ, എല്ലാം അവനൊരു അസുഖം വന്നാൽ അവനേക്കാൾ വേദനിക്കുന്നത് നമുക്കാണ്. ആ കുട്ടികളെക്കാൾ വേദനിക്കുന്നത് അമ്മമാർക്കാണ്. ആ അമ്മമാരുടെ സ്നേഹത്തിന് കളിയാക്കരുത്. അതിനെങ്ങനെ ഒരുമാതിരി വൾഗറാക്കരുത്. ബിഗ് ബോസ് ചെയ്യുന്ന വൃത്തികേടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് അമ്മയുടേത് മാത്രമാണ്, ഇതെനിക്ക് പെർമിഷൻ ഉണ്ടല്ലോ. പക്ഷേ നിങ്ങളുടെ ക്രൂ മെമ്പർ പറഞ്ഞത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അത് വേറെ. ഈ ഒരു വിഷയം തൽക്കാലം ഞാനൊന്ന് പുറത്തു വിടുന്നു. സാമ്പിള് കേൾക്കാം. ചെറിയ പ്രായത്തിൽ ഇങ്ങനെ തന്നെ ആയിരുന്നോ? ചെറിയ പ്രായത്തിലൊന്നുമില്ല മോളെ, ഒന്നുമില്ല. നല്ല മോളായി. കണ്ണൊക്കെ കെട്ടിയ പുറത്ത് പോകും, ഹിജാബൊക്കെ ഇട്ടിങ്ങനെ. അത്രയും നല്ലൊരു മോളായി. വല്ലാത്തൊരു വിഷമം തട്ടിപ്പോയി നമ്മക്കൊക്കെ, ഈ നാട്ടിലുള്ളവർക്കൊക്കെ വല്ലാത്ത വിഷമം തട്ടിപ്പോയി. കാരണം അത്രയും പൊന്നു പോലെ നോക്കിയെടുത്തൊരു മോളം. അനിയത്തികളും നോക്കുന്നവർക്കാണ് ഓളോ വാപ്പയും ഓളും നോക്കിയെടുത്തത്. ഒരു ചോറൊക്കെ ഓള് തിന്നാൻ കൂട്ടിരിക്കയറ, എന്നാലും അതുമായിട്ട് വൈകിയേക്ക് ഇങ്ങനെ പോകും ഭാര്യ കൊടുക്കാൻ. നന്നായിട്ട് നോക്കിയിട്ടും ആ കുട്ടി എന്താ ഇങ്ങനെ ഒരു ചെയ്ത് കളഞ്ഞേ? അത് സൗദിയിൽ നിൽക്കുമ്പോ നമ്മളിപ്പോ പെണ്ണിനെ ഒന്നും സംശയിക്കൂലേ? അതെ 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 അല്ലേ? അതുകൊണ്ടായിരിക്കും ആ പെണ്ണ് ഇവരുമായിട്ടുള്ള ഇത് സംശയിക്കാൻ പറ്റുന്നത്. വല്ലാത്തൊരു ജീവിതമായിപ്പോയി. ആ വാപ്പന്റെ ഏക സ്വത്താണ്. അത്രയും ഇഷ്ടമുള്ളൊരു മോച്ച, അത്രയും ഇഷ്ടം. ഉമ്മയും അങ്ങനെ ഇല്ല, നല്ല മക്കളാ. ഞാൻ ആ പുരയിൽ നിന്ന്, ഞാൻ അവിടെ തന്നെ ഓരോ കൊടുത്ത് നിൽക്കി തിന്നേയും കുടിച്ച്. ഞാനും പറഞ്ഞോണം ഒരു പാവപ്പെട്ട ഒരാളാണ്, അതൊന്നും പോയിട്ട് അറിയാം. അതുകൊണ്ടാണ് ഓരോ പുരയിൽ നിൽക്കുകയും ഒക്കെ ചെയ്ത്. എനിക്ക് വളരെ വിഷമമുള്ള വ്യക്തിയാണ് ഞാൻ. ഈ മോള് പോയ സമയത്തെ ഈ മോള് ഇങ്ങനെ പോയല്ലോ, അവളെ കൂടെ, ആദിലയുടെ കൂടെ പോയല്ലോ. ആ സമയത്തൊക്കെ ഈ ഉമ്മ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ അവളെ? അങ്ങനെ എന്തെങ്കിലും വെറുതെ പറയാ. ഓളെ ജീവിതത്തിൽ അടുത്തത് ഞാൻ കണ്ടില്ല. ഉപദ്രവിക്കൊന്നും ചെയ്തിട്ടില്ല. ഒരിക്കലും ചെയ്യുന്ന മോളല്ല. ചെറിയ മോളെന്ന് വെച്ചാൽ ഞങ്ങളെ ജീവനാണ്. ഒരിക്കലും അങ്ങനത്തെ ഒരു സംഗതി ചെയ്യില്ല. കാരണം ഓൾക്ക് ചെയ്യുന്ന അറിഞ്ഞൂടാ, മക്കളെ തല്ലുന്നൊന്നും അറിഞ്ഞൂടാ.
പിന്നെ ഇവര് എപ്പോഴും എല്ലായിടത്തും ഇവര് ഭയങ്കര കുഴപ്പമാണെന്നൊക്കെ ഈ ഉമ്മയെ പറ്റി ആ മോളിങ്ങനെ പറയണ കേൾക്കുമ്പോ ആ മോളാടെ പിടിച്ചിക്കാൻ പറയാട്ടോ. അല്ലാണ്ട് ജീവിതത്തില് ഇവരൊരു ബുദ്ധിമുട്ട് നോക്കില്ല. ഓക്കാടെ ഈ ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓൾ അങ്ങനെയൊക്കെ പറയുന്നത്. അല്ലാണ്ട് ഒരു ദേഷ്യം പിടിച്ചിട്ട് ഞാൻ ചെറിയ മോളെ കണ്ടിയില്ല. നസീറനെ കണ്ടിയില്ല ഒരിക്കലും. ഞങ്ങൾ ഓൾ ഇവിടെ സ്കൂൾ ചേർത്തിയപ്പോ തന്നെ ഓളെ ടൈം ആകുമ്പോഴേക്ക് ഞാൻ ഓള് ഓട്ടോറിക്ഷയായിട്ട് കാറിന് ഡ്രൈവറില്ലായിട്ട് ഓട്ടോറിക്ഷയും വിളിച്ച് മോളെ കൊണ്ടുവരാൻ പോയത്. ട്രെയിൻ നല്ലൊരു മോള്. ഞാൻ പറയാം, ഞാൻ വിചാരിക്കും എങ്ങനെയൊക്കെ നോക്കിയെടുത്തൊരു മോളാണ് അതെന്ന് വിചാരിച്ചക്ക് ആൺ പോയിട്ട് ചീച്ചറിയാന്ന്. ഇവിടെ തന്നെ ഞാൻ വിചാരിക്കും കവണ്ടി വിടുന്നൊന്നും അറിയാല. അങ്ങോട്ട് തിരിച്ച് ഇതൊക്കെ പറയുമ്പോ ഈ നാണം കെട്ട സ്വഭാവമൊക്കെ പറയുമ്പോ ഞാൻ അങ്ങോട്ട് തിരിച്ച് പറഞ്ഞു വിടട്ടെ എന്നൊക്കെ വിചാരിച്ചു. അത്രയും ഞാൻ അവിടെ എത്തിയാ ഞാൻ പറഞ്ഞു കൊടുക്കായി എന്നൊക്കെ ആയി മനസ്സിൽ തോന്നുന്നു. അപ്പൊ ബിഗ് ബോസ് ക്രൂ മെമ്പേഴ്സ് തയ്യാറാണെങ്കിൽ ആദിലയെ എടുത്ത് വളർത്തി ആളാക്കിയ ആദിലയുടെ നൂറയുടെ വളർത്തമ്മയാണ് ഈ സംസാരിക്കുന്നത്. നൂറയുടെ വളർത്തമ്മ, ആ കുടുംബത്തിൽ അവരിൽ ഒരു അംഗമായി ജീവിച്ച നൂറയുടെ വളർത്തമ്മയാണിത്. അവരെ കൊണ്ടുപോ, ഉമ്മയ്ക്ക് പകരമാകട്ടെ. അതെന്താ? അവരെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഉത്സാഹമില്ല. മറ്റവരെ കൊണ്ടുവന്ന് അപമാനിക്കണം. അവര് സമൂഹത്തിന്റെ മുമ്പിൽ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയുമോ? എന്തോരം പ്രയാസത്തിലാണെന്ന് നിങ്ങൾക്ക് അറിയുമോ? അവരുടെ ഭാഗം നിങ്ങൾ ചിന്തിക്കണ പോലുമില്ല. അവരെ നിരന്തരം വിളിച്ച് വിരട്ടലാണ്. നിങ്ങൾ പുറത്ത് പറഞ്ഞ് നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങളെപ്പറ്റി അവർ പറഞ്ഞത് ഞങ്ങൾ പുറത്തു വിടും. ഇതാണ് ഒരു കണ്ടീഷൻ. എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് വിളിച്ചവർ പറഞ്ഞിട്ടുണ്ട്, അവരോട് മര്യാദയ്ക്ക് വരാൻ പറയൂ, വന്നില്ലെങ്കിൽ ഇവർ പുറത്തിറങ്ങിയ ശേഷം അവരെ എന്തോ അങ്ങ് ചെയ്യുമെന്ന്. ആ നാട്ടിലുള്ള ഓരോ വ്യക്തികളും വന്ന് സംസാരിക്കും. ഈ വൺ സൈഡഡ് പരിപാടി ആദില നൂറ നിർത്തിക്കോണം. പോക്കൃത്തരം പറഞ്ഞാൽ ആ വീട്ടിലുണ്ടായിരുന്ന ഓരോ വ്യക്തി, ഇവരുടെ സഹോദരങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് വർത്തമാനം പറയിക്കും. അതെന്ത് വേലയാണത്? ആ ഉമ്മ ഒന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല, ഉപദ്രവിക്കത്തില്ല. ഞാനൊക്കെ തല്ലി തീർക്കും, അമ്മാതിരിയായിട്ട് ഞാൻ പറ്റിക്കും. അത്രത്തോളം. അതിന് ഇളയത്തുങ്ങൾ ഇരിക്കുകയല്ലേ, അതുങ്ങൾക്ക് ജീവിതമില്ലേ? ഒരാൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കിന് ബാക്കിയുള്ള കുട്ടികൾ അനുഭവിക്കത്തില്ലേ? എന്നിട്ടും വളരെ ക്ഷമയോടുകൂടി അവർ പറഞ്ഞെടുത്ത് കൊച്ചിനെ കൊണ്ടുവന്ന് കൊടുത്തവർ സൗദിയിൽ തന്നെ നിന്നാൽ ഇവരെന്തോ ചെയ്യും? കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ എന്തോ ചെയ്യും? പിടിച്ച് നിർബന്ധിച്ച് കെട്ടിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനാ? അവരെ കൂട്ടത്തിൽ നിന്നുള്ളവർ തന്നെ കൊണ്ടുവരാൻ നീയും കെട്ടിയവരെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തേനെ അവര്? അപ്പോ ധൈര്യം കൊടുത്തത് ആരിഫ് ഹുസൈൻ, ആ കൂട്ടായ്മ കൊണ്ടുവന്ന് നശിപ്പിച്ചത് ഈ എക്സ് മുസ്ലിം ചെറ്റകൾ കാരണം പൊതുസമൂഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അസാധ്യം. ഈ ദിയാസന ഉൾപ്പെടെ അതാണ്. ദിയാസന പറയണ അവർ പുറത്തിറങ്ങിയിട്ട് അങ്ങ് ഷേവ് ചെയ്യുമെന്ന്. ആ ഷേവ് ചെയ്യാൻ പറയാം, അവർക്ക് താഴത്തെ പൂടാ, അത് വളരുമ്പോൾ വിളിക്കാം. ദിയാസന പോയി ഷേവ് ചെയ്ത് കൊടുത്താൽ മതി. നടന്നാണൊക്കെ തന്നെ. പക്ഷെ അന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ ഫോണിൽ ചെയ്യുന്നത്. അങ്ങക്ക് അവിടെ പോയി ഇത് അങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നല്ലേ? മനസ്സിലെന്നോ തോന്നിയതാ. അത് ശരിയാണല്ലോ, കൂടെ നിന്ന് നിങ്ങൾക്ക് അറിയാലോ അവര് പറയുന്നത്. എന്ത് നല്ലോണം നോക്കിയെടുത്ത ഓമനെ മക്കളാന്നറിയ എല്ലാരെയും. ഞാനാടെ സ്വന്തം തന്നെ ഒരു ഉമ്മന്റെ സ്ഥാനമാണ് ഞാൻ. എനിക്കിപ്പോ അതൊക്കെ വിചാരിക്കുമ്പോ കുറ്റം പോയി ചീത്തറിയും. സ്വന്തം അമ്മനെ പറ്റി വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാർ പറയാണ് എന്തിനായിട്ടില്ലേ ഈ മക്കളെ നമ്മൾ പോറ്റിയെടുത്ത് തോതിലയച്ച് മക്കൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു ഉമ്മമാര്. ഇവളൊക്കെ അല്ലേ ഹിജാബൊന്നും ഇടാണ്ട് ഈ നല്ല കണ്ണും കെട്ടിയല്ലാണ്ട് ഈ ചെറിയ മോളും പുറത്തിറങ്ങിയതാണ്. ഒരേ വന്നാ പിന്നെ നൈറ്റൊക്കെ ഇട്ട് നല്ല ഒരു ഇതിൽ നോക്കൂ. അല്ല പുറത്ത് പോവുകയാണെങ്കിൽ അന്നപ്പോ എല്ലാം എടുത്തിട്ട് കണ്ണിന് കെട്ടിയിട്ടാണ്. അതുപോലെ തന്നെ മക്കള് രണ്ടും മാള് ഒരു ദിവസം തന്നെ പറ്റിച്ചു. ഒരു ഡ്രൈവിംഗ് കഴിക്കാൻ പോയിപ്പെട്ട ആൾ തന്നെ ഓലെ കൊണ്ടെടുത്ത് തന്നെ പോയതാ. അപ്പൊ ഞാനിങ്ങനെ പോരും ഓലാണ്. അപ്പൊ ഞാൻ ഓലെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. കണ്ണും മുഖമൊക്കെ കിട്ടിയ രണ്ട് പെണ്ണുങ്ങൾ ഏതാന്ന് വിചാരിച്ചു. ഞാനും മുന്നോട്ട് അങ്ങ് പോയേ. എന്നാലും അവര് രണ്ടും ജസ്റ്റ് ഓടി വന്നിട്ട് എന്റെ അടുത്തേക്ക് ഞങ്ങൾ അങ്ങനെ കണ്ടിട്ട് അറിഞ്ഞില്ലേ പറഞ്ഞ് അതിന്റെ ഒരു നല്ലൊരു കുടുംബമാണ്. ഓരോ ഉമ്മയും ബാപ്പയും ഒക്കെ തന്നെയാണ്. ആരാണെന്നറിയാം. അത്രയും നല്ല ഈ ഇതിന് നല്ലൊരു ഫാമിലിയാണ്. ഓരൊക്കെ പക്ഷോറ് പേടിയുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഇവര് ഈ ബിഗ് ബോസിലേക്ക് പോകുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം എന്താ? ഇവര് ആ മോളെ കാണാനായിട്ട് ബിഗ് ബോസിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് അങ്ങനെ പോകുന്നുണ്ടാവും. ഒരു പറയുന്ന എന്താ അറിയോ, ഞാൻ വിളിച്ചിന്ന് വരാം. പറഞ്ഞു മോളെ
നമ്മളെ മോക്ക് ഓളെടുത്ത് നിന്ന് മതിയായി തോന്നുന്നു, നിങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരുന്ന ഞാൻ പടുത്ത് വോയിസ് ഇട്ട് എഴുതി. അപ്പോഴും എന്നോട് പറഞ്ഞേ ചിലപ്പോ ഒരു രണ്ടാളും ഒരു ദേഷ്യം കൊണ്ട് അങ്ങനെ എല്ലാരെയും ദേഷ്യം പിടിപ്പിച്ചൊക്കെ കാട്ടി തരികയായിരിക്കും ഒരു ബിഗ് ബോക്സിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു പുറത്ത് വരട്ടെ, എന്നാല് അപ്പനെ എന്നെ വിളിച്ചാൽ ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരുന്നറിയും. അല്ലാതെ അവർക്ക് മോള് വേണ്ട എന്നൊരു ഇതില്ല, മോള് വേണോന്നില്ല. മോളെ വേണോന്നല്ല, അത്രയും പൊന്നാല കുട്ടികളുടെ മക്കളെ മാണ്ടാന്നോ അത്രയും ഇതെന്ന് വെച്ചാൽ ആ വാപ്പന്റെ ജീവന് ശ്വാസായിട്ടുണ്ടെങ്കിൽ മോളാ അത്രയും. ഇപ്പം തന്നെ ആടാ പോയിട്ട് ആ ഓരോ പീടിയൊക്കെ വരെ ഓളം പേരാട്ട് അവളോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അല്ല, ഒത്തിരി കാലം കഴിഞ്ഞുണ്ടായ കുഞ്ഞല്ലേ, ആ സ്നേഹം. അതെ, ഓളെല്ലാം എന്തല്ല അവള് പറയുന്ന സ്വന്തം അമ്മനെ പറ്റി വൃത്തി കേട്ട വാക്ക്. എനിക്ക് അങ്ങനെ കിട്ടിയാണ് മുക്ക അടിച്ചു പൊട്ടിക്കാനായിട്ട് തോന്നുക. അത്രയും വിഷമം. സ്വന്തം അമ്മ ഒരു നല്ലൊരു ഉമ്മ, അതിനെപ്പറ്റി പറയാന്നൊക്കെ വെച്ചാലുണ്ടല്ലോ പാട്ട്. ആ സ്ത്രീയെ പറ്റി എന്തൊക്കെയാണ് ഈ പിള്ളേർ പറഞ്ഞുണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് ആദില. അവർ ഭയങ്കര ടോക്സിക് ആണെന്ന്. അവിടെ നടന്ന സംഭവങ്ങളിൽ ഈ ഉമ്മ പറയുന്ന സാക്ഷ്യപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവർ തമ്മിൽ സെക്സ് ചാറ്റാണ് നടത്തിയത് കണ്ടുപിടിച്ചതെന്നാണ് ഈ രണ്ടെണ്ണം പറയണത്. ഒരു സെക്സ് ചാറ്റും അല്ല അവർ കണ്ടുപിടിച്ചത്, തെറിയ അഭിഷേകമാണ്. പുറത്തേക്ക് വിടത്തില്ല അമ്മ. എന്നാ എന്തിരിച്ചി മോളെ അല്ലെങ്കിൽ മറ്റേ മോളെ മറിച്ച മോളെ എന്നാണ് അവളുടെ കമന്റ്സ് വരിക. അത് കാണുന്ന ഉമ്മായിക്ക് അങ്ങനെ ഒരു കൂട്ടുകെട്ടി പോകരുതെന്ന് പറയാനുള്ള അധികാരം ഇല്ലേ? ആ ഉമ്മ ആ അധികാരമാണ് ഉപയോഗിക്കുന്നത്. അതിനിപ്പോ എന്താ, പെറ്റതുള്ള അങ്ങനെ പറഞ്ഞൂടെ? നീ ഈ വൃത്തികെട്ട കൂട്ടുകെട്ടി പോയത് അകത്ത് ബാഡ് വേർഡ്സ് പറയണ്. ഞങ്ങളെ ചെറിയ വയസ്സിലെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ബാഡ് വേർഡ്സ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. അവർ ദീനിബോധമുള്ള കുടുംബമല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, അവക്ക് ഈ അരയും കുറയും ഇട്ട് തുള്ളി കളിച്ച് നടക്കണം. അത് തന്നെ അവിടെ സാഹചര്യമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവൾക്കൊപ്പം ചേർന്നതാണ് എന്നതിനപ്പുറം ഇത് അങ്ങനെ അല്ല എന്ന് ഞാൻ അടിച്ചു പറയുന്നതിന്റെ കാര്യം നമ്മൾ അന്വേഷിക്കാതെ പറയുന്നതല്ലല്ലോ, അന്വേഷിച്ച് പറയുന്ന കാര്യമാണ്. അത്രയും സങ്കടമായിട്ട് നൽകിയാൽ എല്ലാരും പറയും ഇത് എന്തൊരു കുട്ടിയാണ്, വേണ്ടാത്ത പറഞ്ഞു ഞാൻ അമ്മനെ എന്തിന് പറയാണെന്നത്. പൊന്നുപോലെ ഉള്ളം കയ്യിൽ വെച്ച് വളർത്തിയ മകള് നിന്നുകൊണ്ട് പോക്കൃത്തരം പറയുമ്പോൾ പടച്ച റബ്ബ് വെറുതെ വിടുമെന്നാണ് അവൾ വിചാരിക്കുന്നത്. ആ ശാപം വെറുതെ വിടുമോ? ആ ഉമ്മ എത്ര പ്രാണം കളഞ്ഞായിരിക്കും അതിനെ നോക്കിയിട്ടുണ്ടാവുക. ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട സ്നേഹം സംരക്ഷണം ഒക്കെ നിഷേധിക്കപ്പെടുകയാണിപ്പോൾ. അവർ മെന്റലി ആകെ ഒരു വല്ലാത്തൊരു തരോമ സ്റ്റേജിലാണ് ഉള്ളത്. അങ്ങനെ ആക്കിയത് ആരാണ്? അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നൂറൊക്കെയാണ്. ആദില എന്ന് പറയുന്ന സ്ത്രീയല്ലേ കൊണ്ടുപോയി കേസ് കൊടുത്തത്. ആ രണ്ട് കുടുംബവും രണ്ടായിട്ട് തന്നെ നിന്നോട്ടെ, കുഴപ്പം എന്താ? പിന്നെ ഇവർ എന്തടിസ്ഥാനത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നു വരണമെന്ന്, സഹോദരിമാര് വരണമെന്ന്? നിങ്ങൾ കാണിക്കുന്ന ഈ വെകിളിത്തരത്തിന് അവർ കൂട്ടി നിൽക്കണോ? അവർക്ക് സമൂഹത്തിൽ ജീവിക്കണ്ടേ? നിങ്ങളെപ്പോലെ ജീവിതം നശിപ്പിക്കണോ? പബ്ലിക്കിൽ അവരുടെ ഫേസ് കണ്ട് അത് വെച്ച് അനലൈസ് ചെയ്യണം. ആ കുട്ടിക്ക് ജീവിതം വേണ്ടേ? പാടെ തോറ്റ പോക്രികൾ. ഒന്ന് അതിരായിട്ട് നല്ലോണം ആടെ നിൽക്കാനും ബിഗ് ബോക്സിലുള്ളവര് ഇങ്ങനെ പറഞ്ഞ ഓളം നല്ല സ്നേഹത്തെ ഇതൊക്കെ നോണാണ്. മറ്റേ പറഞ്ഞോക്കാം ആരോ പീഡിപ്പിച്ചിരുന്നു, അതൊക്കെ നോണ പറയാ, ചുണ്ടറിഞ്ഞെടുക്കണം. അത്രയും സങ്കടം അതൊക്കെ കേട്ടിട്ട്. വെറുതെ പറയാ ആൾ പിടിച്ചു നിൽക്കാനൊരു കാര്യം. ഇവരൊക്കെ ചോദിച്ചീനേ പിന്നെ എങ്ങനെ ആണല്ലോ, അതുകൊണ്ട് പിന്നെ ഒരു വീട്ടിൽ എന്താ കേറ്റാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞിട്ട് അന്നപ്പോ ഇവർക്ക് പിടിച്ചു നിക്കണ്ടേ, അതിന് ഉണ്ടാക്കിയ കൂട്ടുകാരൊക്കെ പുറത്തിറങ്ങിയിട്ട് ഈ ഉമ്മാനെ പറ്റിയും വാപ്പാനെ പറ്റിയും മോശം പറയൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് പാടിന് മാത്രം കേട്ടോ, അല്ലാണ്ട് പെണ്ണൊന്നും ഒരു പൊരയ്ക്ക് പോലും ഇറങ്ങില്ല. ഇറങ്ങാണ് അമ്മയും ഞങ്ങളൊക്കെ ഉണ്ടാവും ഒപ്പരം. അവിടുന്ന് മാത്രം അവിടെ ഒപ്പം പറഞ്ഞു പെണ്ണ് നാടെ എത്തിയാലാ. ഈ പറയുന്നതിലൊന്നും ഒരു സത്യവും ഇല്ല അല്ലേ? വെറുതെ പറയാം മോളെ, വെറുതെ പറയാം. വല്ലാത്തൊരു അവസ്ഥ. അങ്ങനെ ടൈറ്റർ പറയും, ടീച്ചർ ഉറങ്ങുന്ന ഉറക്കത്തും വിചാരിക്കാത്ത കാര്യം പറയുന്നത്. അതെന്തിട്ട് ഒരാൾ പിടിച്ചിട്ടാണെങ്കിൽ എല്ലാവർക്കും കണ്ടുകൂടാനും ഞാൻ പോയതിനെ കൊണ്ട്. അപ്പൊ ആടെ പിടിച്ചിട്ടാണ് സ്വന്തം അമ്മനെ കൊണ്ട് കുറെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താലല്ലേ ഒക്കെ അവിടെ നിൽക്കാനാവും. ഇവിടെ എന്റെ ഏട്ടത്തിയൊക്കെ ഇവിടെ മോളിലൊക്കെ അടുത്തടുത്താക്കുന്നു. എന്നോട് വന്ന് പറയും മോളെ ഓള് നോക്കുന്നുണ്ട് ഇതൊക്കെ വലിയ എന്നോട് അറിയും മോളെ. അപ്പൊ ആവും അതിനെങ്ങനെ പറയുന്നത് എന്തിനാ? ഞാൻ പറയാ കുട്ടീന്റെ അടുത്തൊക്കെ എങ്ങനെങ്കിലും എത്തിയാൽ അടിച്ച് ശരിയാക്കാനാക്കി തോന്നുന്നു. അത്ര എനിക്ക് ദേഷ്യം വിചാരിച്ചിട്ട് ഓരോ അമ്മയൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇങ്ങുള്ള ഒരു വലിയ കുടുംബ. ചെറിയ കുടുംബമൊന്നുമല്ല, ഒരുപാട് നല്ലൊരു വലിയ കുടുംബ.
അന്ന് പൈറ്റകളൊക്കെ ആടെ വരികന്നൊക്കെ പറയുന്നതും പൈറ്റകളെ ആട്ടി ഇറക്കാന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ അന്ന് ഒരു ആദിലയുടെ കുടുംബക്കാരില്ലേ, അവർക്ക് ഇതിനോട് താല്പര്യമാണോ? ഈ ഇതിന് പ്രശ്നമൊന്നുമില്ലെന്നാണോ? അല്ല, ഓർക്ക് പ്രശ്നമൊക്കെ ഉണ്ട്. അവർക്ക് പ്രശ്നം തന്നെയാണ്. പിന്നെ ഓരോ മോളല്ലേ ഈ ഉടുക്കാണ്ട് വിടാണ്ട് ഈ മോളും അമ്മോളും ഒക്കെ നട്ടുന്നത് കണ്ടോ? ഞാൻ വിചാരിക്കുകയാണ് ഈ മോള് കണ്ണും കെട്ട് ഈ വലിയ പർദ്ദയും ധരിച്ച് പോണ മോക്ക് എങ്ങനെ കഴിഞ്ഞ് ഉടുക്കാണ്ട് ഒക്കെ നടക്കാനെന്നുള്ളത് ചിന്തിച്ചു നോക്കിയാൽ. അങ്ങനെ നടക്കാനായിട്ട് നിർബന്ധം ഉണ്ടായിരുന്നു കുടുംബത്തിൽ? അങ്ങനെ വല്ല നിർബന്ധവും പറയുമായിരുന്നു ഇങ്ങനെ തന്നെ ഡ്രസ് ഇടണം? പർദ്ദ മക്കളാവോ ഓരെല്ലാരും ഇടും, മക്കളൊക്കെ ഇടും. അത് പുറത്തൊക്കെ കണ്ടുമ്പോ എനിക്ക് മനസ്സിലായതും അതാണ്. ഈ വസ്ത്രം അതാണ് ഈ മിക്ക ഫാമിലികളിലെയും പ്രശ്നം. ഈ കുട്ടികൾക്ക് ഒരു പരുവത്തം മറ്റൊരു മോഡേൺ ഡ്രസ്സൊക്കെ ഇടണമെന്ന് തോന്നുന്നു, വീട്ടുകാർ സമ്മതിക്കത്തില്ല. ആ ദേഷ്യത്തിന് ഇമാതിരിയൊക്കെ പറയേണ്ട കാര്യം. ഒരു വിധം പറ്റുന്ന എല്ലാ ഫീസും ഈ ഉമ്മയും പാപ്പയും വാങ്ങിക്കൊടുക്കുന്ന, പക്ഷെ ചെറിയതിട്ടത് ഞങ്ങൾ ആദ്യമായിട്ട് കാണും. അത് ശരി, എല്ലാം കൊടുക്കും അവര്, എല്ലാം വാങ്ങി കൊടുക്കും. എല്ലാം ഏതാണോ ഓല് എടുക്കുന്നത് ഇഷ്ടപ്പെട്ട് അത് കൊടുക്കും. പക്ഷെ ഇതുവരെ തായം വരെ ഉള്ള അല്ലാണ്ട് ഈ ഹാഫ് ആയിട്ടുള്ളതൊന്നും ഒരമ്മ വാങ്ങിക്കൊടുക്കില്ല പാപ്പി. അതിന്റെ ദേഷ്യമാണ് ഈ കാണിക്കണം മുഴുക്ക. അല്ലാണ്ട് ഇത്തരം വട്ടം തോന്നുന്നില്ലല്ലോ. ഇല്ല. പിന്നെ ഈ പറയുന്നതൊക്കെ ഒക്കെ ആടെ നിലനിൽക്കുന്ന സ്വന്തം അമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നെങ്കിൽ ഇവര് അങ്ങനെ പോന്നായിരിക്കും മോളെന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനെങ്ങനെ ആ ബിഗ് ബോസിൽ എത്തിക്കാണെന്ന് കരുതത്. ഞാൻ ശരിക്കും അവളോട് പറയും, ഞാൻ അവരെ പൊരയിൽ നിന്നൊരാളാണ്. അപ്പൊ ബിഗ് ബോസിനെ അവരെ കൊണ്ടുപോകാം. ഉമ്മ തന്നെയാണ്, അവരെ വളർത്തിയത് ഇവരാണ്. നൂറയെ വളർത്തിയ ഉമ്മയാണ് ഈ സംസാരിക്കുന്നത്. പ്രസവിച്ച ഉമ്മ മാത്രമല്ലല്ലോ, വളർത്തിയ ഉമ്മയ്ക്കും പറയാനുണ്ടാവത്തില്ലേ? കൂട്ടിട്ട് പോ, അവര് പറയും. കൊണ്ടുപോ, ഫാമിലി സെക്ഷൻ അല്ലേ, ഞാൻ ഏർപ്പാടാക്കി തരാം, കൊണ്ടുപോ. വേണ്ടായിരിക്കും. ഇതുപോലുള്ള കുറെ ഫേക്ക്, ആര്യൻ്റെ അമ്മയൊക്കെ പോലുള്ള ഫേക്ക് ഓളികളെ മതി അല്ലേ? കുറെ എണ്ണ അമ്മ അഭിനയിക്കാൻ വന്നേക്കുന്നു, തത്തെടുക്കാൻ വന്നേക്കുന്നു. നിന്റെയൊക്കെ വീട്ടിലാണെങ്കിലോ? എനിക്കിത് അപ്പോഴും ഓളാണ് ഡ്രസ്സൊക്കെ വാങ്ങിട്ട് പെരുന്നാളൊക്കെ ആകുമ്പോ മക്കളെ നോക്കുകയാണ്. എന്നാൽ അതിലേക്ക് തിന്നാനുള്ള മിഠായിയും ഒക്കെ ഓള അന്ന് കളിക്കുന്ന കൊണ്ടൊക്കെ എല്ലാ സഹായം ചെയ്യുന്ന 3-4 മക്കളുണ്ട്. അതികളൊന്നും ഓ നോക്കിയല്ല, ഓ നോക്കാണ്ട് നിന്ന് പോളു അങ്ങനെയൊക്കെ ചെയ്യുന്ന എന്റെ ഒരു കഷ്ടകാരാണെന്നാണ് നോക്കുക. ഉമ്മ അത് വിചാരിച്ചിട്ട് ചെറിയ മോള് എന്ന് പറയുന്ന ഞാൻ പറയാണ്, എന്നെ വിളിക്കാണ്ടൊന്നും നിൽക്കൂല, അത്രയൊരു ഉമ്മന്റെ സ്ഥാനം. ഞാൻ പറയാണ്, ഒരു ചീത്ത സ്വഭാവമൊന്നും അതിന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. ഒരാണുങ്ങളോട് സംസാരിക്കുന്നൊന്നും ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. ഏറ്റവും അങ്ങനത്തെ ഇവരുടെ ഉപ്പായോ ആരണ്ട് ഈ കുട്ടികളെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയുന്നുണ്ടോ? എളാപ്പേ എളാപ്പ എന്തോ നൊണ അറിയാൻ മതി. നൊണന്ന് വെച്ചാ നൊണ, അതൊക്കെ കല്ല് വെച്ച നൊണ. ഓരോ ബലാത്സംഗം ചെയ്യാൻ പിന്നെ അതിന് ശരിക്കും മനുഷ്യനോട് ഓരോന്നും അങ്ങനെ പുറത്തിറങ്ങിയോ അല്ലെ പൊരേ തന്നെ വന്നാലും ഓരങ്ങനെ സംസാരിക്കുന്ന ആളൊന്നുമില്ല. ഓരോ റൂമിലാണ് മക്കളൊക്കെ ആരോന്ന് വന്നു കഴിഞ്ഞാൽ. പിന്നെ ഇവരുടെ ഉമ്മയുടെ അവസ്ഥ എന്തുവാ ഇപ്പൊ? അവര് ആകെ വിഷമത്തിലാണോ? എന്താണ് അവരുടെ മാനസികാവസ്ഥ? കഴിഞ്ഞ ആഴ്ച മോളെ ആട്ട് കേറിയിട്ട് അതാകുമ്പോ ഉച്ച പോയി സെറ്റ് ഞാൻ കാക്കന്റെ എങ്ങനോ ആടാണെങ്കിൽ ഇതിക്ക് മനസ്സിന് വേദാറാൻ കഴിയല്ലേ. അവിടെ ആണെങ്കിലും വാപ്പക്ക് മക്കളെ വിചാരിച്ചു ഇവളും ആടാണെങ്കിലും അങ്ങനെ കഴിയ. പിന്നെ ഇവരെ ഈ വിടാത്തൊക്കെ കാണുമ്പോഴൊക്കെ വിഷമം. അവിടെ ഒക്കെ ഉള്ള ഉസ്താദുമാരും എല്ലാം കേൾക്കാണല്ലോ. ഇതിന്റെ മുന്നിൽ പറയുമ്പോ എല്ലാ ദുനിയാവിലുള്ളവർക്കൊക്കെ കേൾക്കാലോ. അങ്ങനത്തെ ഒരു മോശക്കാരോട് അങ്ങനത്തെ ഒരു മോശക്കാരൊന്നല്ല. നല്ല ടീമാണ്, നല്ല ടീം. ഒരു ഞാൻ അങ്ങനെ പറയണ, ഞാൻ ഓലിന്റെ പറഞ്ഞ കുറച്ചപ്പുറത്താ. ഞാന് അയൽപക്കത്തുള്ളവരും അമ്മമാരായിട്ടുള്ളവരും ഒത്തിരി പേരുണ്ടാവും ഇത്തരത്തിൽ കാര്യങ്ങൾ പറയാനായിട്ട്. ഒരുപാട് സംസാരിക്കാനുള്ള ഒരുപാട് പേര് അവിടെയുണ്ട്, ഒത്തിരി പേരുണ്ട്. അപ്പോൾ ആ ദിയാസനയുടെ ഈ ബിഗ് ബോസ് ക്രൂ മെമ്പേഴ്സ് ഒരു കാര്യം ഓർത്തുകൊള്ളുക, അപ്പുറത്തുനിന്ന് നിങ്ങൾ എത്രത്തോളം ആക്രമിക്കുന്നു, ഇപ്പുറത്ത് ശക്തമായി അവർക്കൊപ്പം ആളുകൾ നിൽക്കും, ജനങ്ങൾ നിൽക്കും. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അനാവശ്യമായി വൺ സൈഡഡ് ആയിട്ട് മാത്രം കേൾക്കുന്നു. അവിടെ വന്ന് അവരെ വാനോളം പുകഴ്ത്തി തൂക്കി തലയിൽ വെക്കുന്നവർ ഇപ്പുറത്ത് നിൽക്കുന്നവരുടെ മാനസികാവസ്ഥ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? എൻ്റെ വീട്ടിലെ പെൺകുട്ടികൾ അമിതമായി നമ്മൾ ലാളിച്ചായാലും ഇനി എന്ത് ഇത് വളർത്തിയാലും ഈ അരയും കുറയും ഇട്ടുകൊണ്ട് നടന്ന കംപ്ലൈൻ്റ് ഉണ്ട്. എൻ്റെ വീട്ടിലും ഉണ്ട്. ഇപ്പം ധാവണി ഇട്ടില്ല, ദുപ്പട്ട ഇട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അവരൊന്നും പറയത്തില്ല.
പക്ഷേ അവനവൻ്റെ ശരീരഭാഗങ്ങൾ മറച്ചു വെക്കേണ്ടത് മറച്ചു വെക്കുകയാണ്. ഇത്രയും വലിയൊരു ഷോയ്ക്കകത്ത് അരയും കുറയും ഇട്ടിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് കണ്ടാൽ ആളുകൾ പറയും. കാരണം അവർ ഓർത്തഡോക്സ് ഫാമിലിയാണ്. അത് അവരുടെ കുടുംബത്തിലുള്ള കുട്ടികളെടുത്തല്ലേ പറയുന്നത്. ബാക്കിയുള്ളവർക്ക് എന്താ കടിക്കുന്നേ? അത് അവർക്ക് എത്രത്തോളം വേദന ഉണ്ടാക്കുന്നുണ്ട്. അവർക്കത് മോഡേണിസമാണ്, പുരോഗമനവാദം. ഇത് പുരോഗമനവാദമല്ല. ഈ വൃത്തികേടുകൾ കണ്ടും അടുത്ത തലമുറ ഇതിനേക്കാൾ വൾഗറായിട്ട് വരിക തന്നെ ചെയ്യും. ഏത് കാലത്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കാലത്ത് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ആൻറ്റി വൈബ്, തള്ള വൈബ് എന്നൊക്കെ പറഞ്ഞാൽ ആ കാലത്തിലുള്ളവർ ജീവിക്കണ്ടേ? അവരെല്ലാം കൊന്നു കളയണോ? ഞങ്ങളും ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ അമ്മയച്ഛനോടത്ത് ഇതുപോലത്തെ ഫൈറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും. പുറത്തേക്ക് ഒറ്റയ്ക്ക് വിടത്തില്ലായിരുന്നു, ആളുകളെ കൂടെ വിടുള്ളൂ, ഒറ്റയ്ക്ക് വിടില്ല. ആ ഭയം കൊണ്ട് ഇന്നത് മാറിയില്ലേ? അതുപോലെ മാറ്റങ്ങൾ വരണം, അനിവാര്യമായ മാറ്റങ്ങൾ. അരയും കുറയും ഉടുക്കാനുള്ള മാറ്റമല്ല വരേണ്ടത്. 100 വർഷങ്ങൾക്ക് മുൻപാണ് ഇവിടെ തുണി ഉടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നേടിയെടുത്തത്. ഇന്ന് അത് വലിച്ചു കീറി ദൂരെ കളയാനായിട്ടാണ് നിൽക്കുന്നത്. അതാണ് പാഷൻ എന്നാ പറയുന്നത്. എന്ത് പാഷൻ? നല്ല ഡ്രസ്സ് ഇടുന്നതിൽ ഒരു കുഴപ്പവുമില്ല, ഹാഫ് സ്ലീവും ഒക്കെ. ഇത് അതിലിടുന്ന ഡ്രസ്സൊക്കെ കണ്ടാലുണ്ടല്ലോ, അവളിട്ടോട്ടെ, അതങ്ങനെ കാട് മേഞ്ഞത് ഒന്നാണെന്ന് അങ്ങ് വെച്ചോളാം. ഇതങ്ങനെയാണോ? ആ കുടുംബത്തിലുള്ള സർവത്ര പേരും വന്ന് പറയും. അവരിനി മിണ്ടാതിരിക്കുമെന്ന് വിചാരിക്കണ്ട. അങ്ങനെ എന്ത് തോന്നിയാസവും പറയുന്നല്ല. ഇതിനകത്ത് പോലീസുകാർ ഉൾപ്പെടെ ഇവറ്റുകളുടെ കൂടെ നിന്നു സപ്പോർട്ടീവായിട്ട് പിടിച്ചിട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ പിടിച്ച കിട്ടൂല എന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുവരാതിരുന്ന അവരൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷെ അങ്ങനെ അവർ ചെയ്തില്ല. പാവ അപ്പാവികളായിരുന്നു. അവരെ ഇനിയും പറ്റിക്കാനാണ്. അവർ പുറത്തിറങ്ങി എന്തെന്നാ അങ്ങ് പറഞ്ഞു കളയും, മലമറിച്ച് കളയും. അതുകൊണ്ട് നിങ്ങൾ വരണം, അങ്ങനെയാണോ പറയുക? അച്ഛനും അമ്മയുടെ അടുത്ത ഡ്യൂപ്ലിക്കേറ്റ്. അവർ തമ്മിൽ തെറ്റി നിൽക്കുകയാണ്. ആ തെറ്റൽ കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ പോയി പിടിച്ചാൽ കിട്ടും. നാണയില്ലേ നിനക്കൊന്നും ഇത് പറയാനായിട്ട്? അവർ തമ്മിൽ ഒരു തെറ്റലും ഇല്ല. അവർ രണ്ടുപേരും ഒരേ മനസ്സുള്ളവരാ. എന്താണ് മനസ്സെന്നറിയാലോ, നല്ല കാമം. അതുകൊണ്ടാണ് അത്രയും പേര് അവിടെ ഉണ്ടായിട്ട് ആർക്കും ബാത്റൂമിനകത്ത് പോയി കാമം തീർക്കണമെന്ന് തോന്നാത്തത്. ഇവളുമാർക്ക് തോന്നുന്നത് ഒന്നിച്ച് കുളിക്കാൻ പോകുന്നത്. അത്തരത്തിലുള്ള കുഴപ്പങ്ങൾ കാണിക്കുന്നുണ്ട് പെമ്പിള്ളേർ. അതൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. അതുകൊണ്ട് അവിടെ തന്നെ ലെസ്ബിയനാക്കി അങ്ങ് മാറ്റി നിർത്തപ്പെടുകയല്ല ചെയ്യുന്നത്. അതല്ല അതിൻ്റെ ന്യായം. ലെസ്ബിയനിസം ഈ പുതിയൊരു സാധനം. ഇത് ചികിത്സയുണ്ട്, ഇത് മാറും ഈ ഭ്രാന്ത്. മറ്റേത് അങ്ങനെയല്ല. ഹോർമോൺ ഇൻബാലൻസ് ആണ്. ആണിൻ്റെ ഹോർമോൺ പെണ്ണിൻ്റെ ഹോർമോൺ ആണ്. അങ്ങനെ വരുന്നത് അത് ഇൻബാലൻസിനാണ്. അത് ഞാൻ സമ്മതിച്ചു. LGBT ഞാൻ അംഗീകരിച്ചു. പക്ഷെ ഇതല്ല ഈ വിഷയത്തിൽ. അതുകൊണ്ടാണ് ശക്തമായി എതിർക്കുന്നത്. നമ്മൾ അന്വേഷിക്കുമ്പോൾ കേൾക്കെ വല്ലാത്തൊരു ദേഷ്യം വരുന്ന. ആര്യൻ്റെ അമ്മയ്ക്ക് ഇത് മനസ്സിലാവുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഈ ഒരൊറ്റ വീഡിയോ ഞാൻ ചെയ്യുന്നത് ആര്യൻ്റെ അമ്മയുടെ ഇന്നത്തെ ആ ഹൈ പെർഫോമൻസ് കൊണ്ട് മാത്രമാണ്. ഞാൻ ദത്തെടുത്തിരിക്കുന്നത്. നീ എടുത്ത് കാലിൻ്റെ ഇടയിൽ വെച്ചോടി, നീ ദത്തെടുക്ക്. നാളെ നിന്റെ മക്കൾ ഇതുപോലെ കാണിക്കുമ്പോഴേ നിനക്ക് പെൺകുട്ടികൾ തരാതിരുന്ന ഭാഗ്യമായി. ഇനി ആ കുട്ടികൾക്ക് അങ്ങനെ ലെസ്ബിയൻസ് അല്ലെങ്കിൽ നീ അതിനെ കൊണ്ടുപോയി അങ്ങനെ കൊടുക്കുമായിരുന്നു. അമ്മാതിരി വേലകളാണ്. അവിടെ പോയി ഓരോരുത്തിമാർ ചെന്നിട്ട് ഞാൻ ദത്തെടുക്കുന്നു, ഞാൻ കൂടെ നിർത്തുന്നു. തന്തേന്നാളെ ആരാ? ജാസ്മിനിൽ അവളുക ഫസ്റ്റ് സാധനങ്ങൾ. സ്വന്തം മക്കൾ എവിടെ? 2 കുട്ടികളുണ്ടായിട്ടുണ്ട്. എവിടെ 2 മക്കളെവിടെ? അവനവൻ്റെ കൊച്ചുങ്ങളെ നോക്കാൻ തുപ്പില്ല. വല്ലവൻ്റെ എന്നെ നോക്കിക്കൊണ്ട് നടക്കുന്ന നാറികൾ. എന്നിട്ട് വാദവും അവിടെ വീരവാദവും അവർ നോക്കിയിട്ട് അത് അവൾ അയച്ച ആ വോയിസ് ഒന്ന് കേൾക്കാം. അവൾ പറഞ്ഞത് കേൾക്കണം. ഞാനതിന് പിന്നെ എടുത്തു വെച്ച് വീഡിയോ ചെയ്തതാണ്. ഇവറ്റകൾക്ക് ഏത് രീതിയിൽ നമുക്കിട്ട് തരണമെന്ന് തോന്നുന്നു അറിയത്തില്ലല്ലോ. വൃത്തികെട്ട സാധനം. എത്ര നാളായി ഈ വൾഗാരിറ്റി നമ്മൾ സഹിക്കുന്നു എന്ന് ഓർത്ത് നോക്കിയാണ്. ഒരു മനുഷ്യജീവനെ കളിയാക്കുന്നതിന് മറുപടിയില്ലേ? എത്ര ദിവസമായത്? പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ അങ്ങ് മൂക്കിക്കയറ്റും. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർ വന്ന് കാര്യങ്ങൾ അങ്ങോട്ട് പറയും. ആരെയും പേടിപ്പിക്കുന്നേ? നീ എന്ത് കാര്യം പറയാനായിരിക്കുന്നേ? അവർ മോശമെന്ന് പറയോ? അപ്പൻ കയറി പിടിച്ചെന്ന് പറയോ? ഇപ്പം അപ്പൻ്റെ കൂട്ടുകാരൻ പിടിച്ചെന്നായി, അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ഒരുത്തം പിടിച്ചെന്നായി. നിന്നെയൊക്കെ പിടിക്കാതെ എന്തോന്ന്? നിനക്കൊക്കെ അത്ര കഴപ്പായതുകൊണ്ടല്ലേ പിടിക്കുന്നത്. ഭർത ഇട്ടുകൊണ്ട് കിടന്ന ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. അയ്യോടാ. എന്നിട്ട് വീട്ടിലറിഞ്ഞില്ല. ഇത്രയും ഇൻറ്റിമേറ്റായ ഉമ്മ അറിഞ്ഞില്ല, വേറെ ആരും അറിഞ്ഞില്ല. ഈ നുണയൊക്കെ വേറെ എവിടെയെങ്കിലും പോയി പറയാൻ പറയുക, അത്ര തന്നെ.